എന്താണ് ഇലക്ടറൽ ബോണ്ടുകൾ? എന്താണ് അതിൻ്റെ പ്രശ്നം? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്ത വ്യക്തികളുടെയും കമ്പനികളുടെയും പേര് വിവരങ്ങൾ ഒന്നും വിട്ടുപോവാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നടപടിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. BJP മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സഹസ്ര കോടികളാണ് ഇതിനോടകം ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പിരിച്ചെടുത്തിട്ടുള്ളത്. വാർത്തകൾ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചും നിലവിൽ നടക്കുന്ന വിവാദങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചും സംശയങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഇലക്ടറൽ ബോണ്ടുകൾ? വ്യക്തികൾക്കും കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ്ഡ് ശാഖകളിൽ നിന്നും മേടിക്കാൻ സാധിക്കുന്ന ബോണ്ടുകളാണ് ഇലക്ടറൽ ബോണ്ടുകൾ. ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഈ ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിക്കപ്പെടുന്നത് 2017-18 വർഷങ്ങളിലാണ്. അതിനു മുന്നേ എങ്ങനെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വരൂപിച്ചിരുന്നത്? ഇപ്പോഴും പണ്ടും ഇലക്ട്രൽ ബോണ്ടിലൂടെ അല്ലാതെ ഫണ്ട് സ്വരൂപിക്കുന്ന രീതിയുണ്ട്. ആ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എങ്ങനെയായിരിക്കും കൊടുക്കുക? പണമായിട്ട് കൊടുക്കാൻ പറ്റുമല്ലേ? എന്നാൽ എത്രയും പണം കണക്കില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 20,000 രൂപയിൽ താഴെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ആരാണ് കൊടുത്തത് എന്നോ ഏത് കമ്പനിയാണ് കൊടുത്തത് എന്നോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയോ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്ന രീതിയിൽ പ്രസിദ്ധപ്പെടുത്തുകയോ വേണ്ട എന്ന് സാരം. എന്നാൽ 20,000 രൂപയിൽ കൂടുതലാണ് ഞാൻ കൊടുക്കുന്നത് എങ്കിലോ? നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ 20,000 രൂപയിൽ ക്യാഷ് ആയിട്ട് കൊടുത്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൊടുത്തു. അപ്പോൾ ആരാണ് സംഭാവന നൽകിയത് എന്ന കാര്യം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. ആ കാര്യം പൊതുജനങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുകയും വേണം. ആ രീതിയിൽ പ്രസിദ്ധീകരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെയും പണം കൊടുക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു കമ്പനിയാണ് ഇപ്പോൾ പണം സംഭാവന ചെയ്യുന്നത് എങ്കിൽ ആ കമ്പനിയുടെ ആകെ ലാഭത്തിൻ്റെ 7.5% കൂടുതൽ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ കമ്പനി സംഭാവന കൊടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. വിദേശത്തുള്ള കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റില്ല. വിദേശത്തുള്ള ഒരു കമ്പനി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുകയാണെങ്കിൽ വിദേശത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയുടെ നയരൂപീകരണത്തിലും രാഷ്ട്രീയത്തിലും ഇടപെടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ മറ്റേതെങ്കിലും രാജ്യത്തിരിക്കുന്ന കമ്പനിയോ വ്യക്തികളോ അല്ലെങ്കിൽ രാജ്യം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനും പിന്നീട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നിയമത്തിൽ ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പണം കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണല്ലോ. അപ്പോൾ കള്ളപ്പണം സംഭാവന ചെയ്യാൻ സാധ്യതയുണ്ട്. 20,000 രൂപയിൽ കൂടുതലാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് കോടാനുകോടികൾ സംഭാവന കൊടുക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ 20,000 രൂപയിൽ കൂടുതലാണല്ലോ. അപ്പോൾ അവരുടെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുന്നിലും ജനങ്ങളുടെ മുന്നിലും വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് കണക്കിലെഴുതാതെ ബക്കറ്റ് പിരിവിൻ്റെയോ മറ്റേതെങ്കിലും പിരിവിൻ്റെയോ കണക്കിൽ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലേ, ഞങ്ങൾ ഇത്രയും കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന കണക്കിലെഴുതാം. എന്നാൽ മേടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാം എന്താവശ്യത്തിന് വേണ്ടിയാണ്, ഏത് കമ്പനിയിൽ നിന്നാണ്, ഏത് വ്യക്തിയിൽ നിന്നാണ് ഈ പണം മേടിച്ചെടുത്തിട്ടുള്ളത്, അവരുടെ ആവശ്യം എന്താണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കള്ളപ്പണവും കണക്കുകളില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ പറ്റും. എല്ലാ സിസ്റ്റത്തിലും പോരായ്മയുള്ളതുപോലെ ഈ സിസ്റ്റത്തിനും ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ലീഗലാവണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണം ഒഴുകുന്നത് ചെറുക്കണം. ഈ ആവശ്യം പറഞ്ഞുകൊണ്ടായിരുന്നു 2017-18 വർഷങ്ങളിൽ ഇലക്ടറൽ ബോണ്ടുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അതിനും ധാരാളം പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ ഇലക്ടറൽ ബോണ്ടുമായി സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഭരണഘടനാ വിരുദ്ധമെന്ന് പോലും സുപ്രീം കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എത്തിയത്? ഇലക്ടറൽ ബോണ്ടുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു? എന്തായിരുന്നു അതിൻ്റെ പ്രശ്നം? 2017-2018 യൂണിയൻ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ഇലക്ടറൽ ബോണ്ട് നടപ്പിലാക്കാൻ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 4 നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യുന്നത്. കമ്പനി നിയമം, RBI നിയമം, ജനപ്രാതിനിധ്യ നിയമം, നികുതി നിയമം. ഈ 4 നിയമങ്ങളും ഭേദഗതി ചെയ്തിട്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ നടപ്പാക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ പറഞ്ഞിരുന്നല്ലോ, SBIയുടെ സെലക്റ്റഡ് ശാഖകളിൽ, എല്ലാ ബ്രാഞ്ചിലും പോയാൽ കിട്ടില്ല, സെലക്റ്റഡ് ശാഖകളിൽ മാത്രമാണ് ഇതിൻ്റെ ബോണ്ട് ലഭ്യമാവുക.
അത് 1000ൻ്റെ മൾട്ടിപ്പിളുകളായിട്ടായിരിക്കും നമുക്ക് ലഭ്യമാവുക. 1000ൻ്റെ ബോണ്ട് ഉണ്ടാവും, 10,000ൻ്റെ ബോണ്ട് ഉണ്ടാവും, 1 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും വരെ ബോണ്ടുകൾ ഉണ്ടാവും. എത്ര തുകയുടെ ബോണ്ട് വേണമെങ്കിലും ഒരാൾക്കോ ഒരു കമ്പനിക്കോ പണം കൊടുത്ത് SBIയിൽ നിന്നും മേടിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മേടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ബോണ്ട് കൈമാറാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ ഈ ബോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കിട്ടിയല്ലോ. ഇങ്ങനെ കിട്ടിയാൽ 15 ദിവസത്തിനകം SBIയിൽ കൊടുത്ത് അത് പണമാക്കി മാറ്റാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുന്നു. എന്നാൽ 15 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ പണമാക്കി മാറ്റിയിട്ടില്ല എങ്കിൽ, ഇവർ പണം കൊടുത്ത് മേടിച്ച ബോണ്ടാണല്ലോ, ഈ പണം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നതുമാണ്. എന്നാൽ എല്ലാ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഇത്തരത്തിൽ സംഭാവന സ്വീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിന് നിശ്ചിത വോട്ട് ശതമാനം വേണം എന്നെല്ലാം ഉണ്ട്. അതുമാത്രമല്ല, ഈ കമ്പനികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും 20,000 രൂപയിൽ കൂടുതൽ സംഭാവന ചെയ്താൽ അതാരാണ് കൊടുക്കുന്നത് എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇവിടെ എത്ര തുക കൊടുത്താലും ഇലക്ട്രൽ ബോണ്ടുകൾ ആരാണ് മേടിച്ചത് എന്നോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അത് കൈമാറിയത് എന്നോ അറിയാനുള്ള യാതൊരു വ്യവസ്ഥയില്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 20,000 രൂപയിൽ കൂടുതൽ കൊടുക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്താതെ കൊടുക്കാനുള്ള അവകാശം എനിക്കോ നിങ്ങൾക്കോ മറ്റൊരു കമ്പനിക്കും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 5 കോടി കൊടുക്കുകയാണെന്ന് വെക്കാം. 5 കോടിയുടെ ബോണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നു. 1 കോടിയുടെ 5 ബോണ്ടുകളാണ് പർച്ചേസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിക്ക് ഞാനത് കൈമാറുകയാണ്. ഞാനാണ് ആ പണം കൊടുത്തത് എന്ന് ആരും അറിയാൻ പോകുന്നില്ല. ഞാനും ആ രാഷ്ട്രീയ പാർട്ടിയും മാത്രമായിരിക്കും ആ കാര്യങ്ങൾ അറിയുക. ഇന്ത്യയിലുള്ള നികുതി നിയമപ്രകാരം ദേശീയ പാർട്ടികൾക്കെല്ലാം സംഭാവന കൊടുക്കുമ്പോൾ ഞാൻ എത്ര കൊടുത്താലും അത് കംപ്ലീറ്റ്ലി ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ എൻ്റെ വരുമാനം 10 കോടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ 10 കോടി വരുമാനമുള്ള ഒരാളാണല്ലോ. 30% ടാക്സ് സ്ലാബിൽ വരുന്ന ഒരാളാണ്. 30%-ഓളം നികുതി കെട്ടണം. സെസ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40-45%. അപ്പോൾ ഞാനൊരു 5 കോടി രൂപ സംഭാവന കൊടുക്കുകയാണെന്ന് കരുതുക. ഈ 5 കോടി രൂപ എൻ്റെ വരുമാനത്തിൽ നിന്നും കുറയുന്നതാണ്. 5 കോടി രൂപ വരെ ഞാൻ നികുതി കൊടുക്കേണ്ട എന്നല്ല, 5 കോടി രൂപ എൻ്റെ വരുമാനത്തിൽ നിന്ന് കുറയുന്നതാണ്. ബാക്കിയുള്ള 5 കോടിക്ക് മാത്രം ഞാൻ നികുതി കൊടുത്താൽ മതി. അതേസമയം ഞാനൊരു കാറ് വാങ്ങുകയാണെങ്കിലും വീട് വാങ്ങുകയാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ നികുതി ഇളവ് പൂർണ്ണമായിട്ട് നേടാനുള്ള അവകാശമില്ല. സംഭാവന കൊടുക്കുന്ന ആളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കാനുള്ള ഒരു ബാരിയർ ഉണ്ടായിരുന്നല്ലോ, ഒരു ക്യാപ്പിംഗ് ഉണ്ടായിരുന്നല്ലോ, 20,000 രൂപ എന്നുള്ളത്. അത് ഒഴിവായി എന്ന് മാത്രമല്ല, ഒരു കമ്പനിയുടെ ലാഭത്തിൻ്റെ 7.5% വരെ മാത്രമേ ഡൊണേറ്റ് ചെയ്യാവൂ എന്ന കാര്യവും ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇല്ലാതായിട്ട് മാറുകയാണ്. 100% ഒരു കമ്പനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാവുന്നതാണ്. വിദേശ കമ്പനികളുടെ ഇന്ത്യൻ സബ്സിഡറികൾക്കും ഈ ബോണ്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ വിദേശത്തിരിക്കുന്ന ഒരാൾക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കാനും അവരെ ഭാവിയിൽ സ്വാധീനിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ തുറന്നു നൽകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കാം. എനിക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ബിസിനസ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് താല്പര്യം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാനാണ്. അപ്പം ഞാൻ ആ പണം ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പല സംസ്ഥാനത്തും പല ആളുകളാണ് ഭരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ വേറെ കക്ഷിയായിരിക്കാം. ഞാനിപ്പോൾ കോൺഗ്രസ്സിനാണ് പണം കൊടുക്കുന്നതെന്ന് വെക്കാം. എന്നാൽ കോൺഗ്രസ് അടുത്ത ഇലക്ഷനിൽ തോൽക്കുകയാണ്, BJP ഭരണത്തിൽ വരികയാണ്. അപ്പോൾ BJPക്ക് മനസ്സിലായി, ഒരു വലിയ ബിസിനസ്സുകാരനായ ഞാൻ 5 കോടിയോളം രൂപ കോൺഗ്രസ്സിന് സംഭാവന കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? കോൺഗ്രസിൻ്റെ ഇലക്ഷൻ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട്, BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഞാനൊരു പക്ഷേ ശത്രുവായി മാറിയേക്കാം. എൻ്റെ ബിസിനസ്സിനെ അത് ബാധിച്ചേക്കാം. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമല്ലേ, ഏതെല്ലാം നിയമങ്ങളുണ്ട് എന്ന് പോലും എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ വ്യക്തത ഉണ്ടാവണമെന്നില്ല. എല്ലാ നിയമങ്ങളും പാലിച്ച് ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ സാധിക്കണമെന്നുമില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അനോണിമസ് ആയിട്ട് ഫണ്ട് കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇലക്ട്രൽ ബോണ്ടുകളിലുണ്ട് എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതേസമയം തന്നെ മറ്റാരും അറിയാതെ എൻ്റെ ഏതെങ്കിലും ഒരു താല്പര്യം നടപ്പിലാക്കിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരും അറിയാതെ കോടികൾ സംഭാവന കൊടുത്ത്, ഒരുപക്ഷെ അത് അഴിമതി പണമായിരിക്കും, അഴിമതി നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വഴിവിട്ട രീതിയിലുള്ള കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന പണമായിരിക്കും. ആരും അറിയില്ല. ഞാൻ കൊടുക്കുന്നത് ലീഗലായിട്ടുള്ള രീതിയിലാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ ആർക്കും പണം കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. അത് കൊടുക്കണമെങ്കിൽ ലീഗൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം. ചെക്ക് ഉപയോഗിച്ചോ കാർഡ് ഉപയോഗിച്ചോ പേ ചെയ്യേണ്ടതായിരിക്കും. പണം മൂലമുള്ള കള്ളപ്പണം അവിടെ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോഴും അഴിമതി നടപ്പിലാക്കാൻ വേണ്ടി നല്ലൊരു പാത്ത് തുറന്നു കിട്ടുന്നു എന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ നേരിടുന്ന മറ്റൊരു പ്രധാന ആരോപണമാണ്. ബോണ്ടെന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുക നിക്ഷേപം പോലുള്ള ബോണ്ടുകളായിട്ടാണ്. എന്നാൽ അങ്ങനെയുള്ള ബോണ്ടുകളല്ല, ഇത് സംഭാവനയാണ്. നമ്മളിപ്പോൾ RBI റീറ്റെയിൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബോണ്ടുകൾ കാണാം.
ഉദാഹരണത്തിന് നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട് മേടിക്കുകയാണ്. ഒരു കമ്പനി അതിൻ്റെ ഫണ്ട് റൈസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ആ ബോണ്ടുകൾ നമുക്ക് വിൽക്കുന്നത്. അപ്പോൾ ആ ബോണ്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് അവർ പറയും 1 ലക്ഷം രൂപയുടെ ബോണ്ടാണെങ്കിൽ ഇതിന് 8% വീതം ഓരോ മാസവും അല്ലെങ്കിൽ നിശ്ചിത കാലയളവിൽ ഞങ്ങൾ പലിശയായിട്ട് നൽകാം. അതിനുശേഷം കാലാവധി കഴിയുമ്പോൾ ബോണ്ട് തിരിച്ചു കൊടുത്താൽ പണം നിങ്ങൾക്ക് തിരിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ബോണ്ടുകൾ മേടിക്കാറുണ്ട്. ഇതെല്ലാം ലാഭത്തിന് വേണ്ടിയിട്ടാണ്, നിക്ഷേപമായിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അതേസമയം ഇവിടെ സംഭാവനയായിട്ടാണ് ബോണ്ടുകൾ മേടിക്കുന്നത്. എന്താണെങ്കിലും ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് വാദിക്കപ്പെട്ടത്. സുപ്രീം കോടതിയും അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള വിധി പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്തുള്ള സ്വാധീന ശക്തികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് ചെയ്യാൻ സാധിക്കുമെന്നത് വലിയൊരു പോരായ്മയാണല്ലോ. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ്. അവർ ഏതെല്ലാം കമ്പനികളിൽ നിന്ന് ഏതെല്ലാം ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയാനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള അവകാശവും എനിക്കുണ്ട്. കാരണം പണം മേടിച്ചു കഴിഞ്ഞാൽ കമ്പനികൾ വെറുതെ പണം കൊടുക്കുന്നതല്ല, അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെ ആവണം പണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണം നടത്തണം, അവർക്ക് വിജയിക്കേണ്ടത് ആവശ്യമുണ്ട്, അവർക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്, എല്ലാം ശരി തന്നെയാണ്. എന്നാൽ അത് സുതാര്യമായ രീതിയിലായിരിക്കണമെന്നതാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കപ്പെടുന്ന വാദം. മൂന്നാമത്തെ കാര്യം, സർക്കാർ ഈ ബോണ്ടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ പറഞ്ഞത് കള്ളപ്പണം ഇല്ലാതാക്കുക, ഇലക്ഷനിൽ ഒഴുകുന്ന കള്ളപ്പണം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൊണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും നേരെ തിരിച്ചാണ്. കാരണം ഷെൽ കമ്പനികൾ ഉണ്ടാക്കാം, പേപ്പർ കമ്പനി എന്ന് പറയാം. ഒരു വലിയ കമ്പനി ഒരു പേപ്പർ കമ്പനി ഉണ്ടാക്കുന്നു, ആ കമ്പനി മുഖാന്തരമാണ് സംഭാവന കൊടുക്കുന്നത്. അപ്പോൾ സംഭാവന കൊടുത്തവരുടെ ലിസ്റ്റിൽ ഇനി അഥവാ പുറത്തു വന്നാലും വലിയ കമ്പനിയുടെ പേരുണ്ടാവില്ല, ചെറിയ കമ്പനിയാണ് ഉണ്ടാവുക. പക്ഷെ മേടിക്കുന്നവർക്കറിയാം ഏത് കമ്പനിയാണ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഡൊണേറ്റ് ചെയ്തത് എന്ന കാര്യം. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അക്കൗണ്ട് ത്രൂ ആണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്കിലും ഈ ഷെൽ കമ്പനി തങ്ങളുടെ ലാഭത്തിൻ്റെ 100% ഒരുപക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് 100% അവർക്ക് ലാഭമില്ലാതായി, 0 ലാഭമാണ്. ടാക്സും കൊടുക്കേണ്ടതില്ല. കള്ളപ്പണം ആ രീതിയിൽ ഡൊണേറ്റ് ചെയ്യാൻ ഈ കമ്പനികൾക്ക് സാധിക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പോരായ്മയായി പറയുന്നത്. 2017-18 വർഷത്തിൽ പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJP മാത്രമാണോ പണം സ്വരൂപിച്ചിട്ടുള്ളത്? ഒരിക്കലുമല്ല. BJP 6,986.5 കോടി രൂപ പിരിച്ചെടുത്തപ്പോൾ തൃണമൂൽ കോൺഗ്രസ് 1,397 കോടി രൂപയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1,334 കോടി രൂപയും പിരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലിസ്റ്റിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളെയും കാണാം. എന്നാൽ CPIM ഈ ലിസ്റ്റിൽ ഇല്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്തായാലും മേൽപ്പറഞ്ഞ ധാരാളം പ്രശ്നങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിലുണ്ടല്ലോ. പ്രധാനപ്പെട്ട കാര്യം സുതാര്യമല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ സുപ്രീം കോടതി SBIയോട് പറഞ്ഞത് ഈ ബോണ്ട് വിറ്റ ആളുകളും എത്ര തുകയ്ക്ക് ബോണ്ട് മേടിച്ചു, ഏതെല്ലാം കമ്പനികൾ എങ്ങനെയെല്ലാം മേടിച്ചു എന്ന സമ്പൂർണ്ണ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണമെന്നും അവർക്കത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കണമെന്നതുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഏതെല്ലാം കമ്പനികൾ എത്രയെല്ലാം തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. ഏതാനും കണക്കുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഏതെല്ലാം പാർട്ടികൾക്ക് ഏതെല്ലാം കമ്പനികൾ എത്രയെല്ലാം അളവിൽ പണം കൊടുത്തു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഏതെല്ലാം കമ്പനികൾ എത്രയെല്ലാം ബോണ്ടുകൾ മേടിച്ചു എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രസകരമായി തോന്നുന്ന മറ്റൊരു കാര്യം, 2022-23 വർഷത്തിൽ മാത്രം ദേശീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള സംഭാവനയില്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നോക്കുകയാണെങ്കിൽ അതിൻ്റെ 60%-ഓളവും അൺനോൺ സോഴ്സാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ അടക്കമുള്ള കണക്കുകളാണ് പറയുന്നത്. 60%-ഓളം ആരാണ് സംഭാവന ചെയ്തത് എന്ന് ആകെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാവാത്തൊരു കാര്യമാണ്. കാര്യം എന്തായാലും ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് BJP ആണ്. കാരണം 2017-18 വർഷത്തിൽ അവരാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചതും അത് നടപ്പിലാക്കിയതും. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി മറ്റനേകം രാഷ്ട്രീയ പാർട്ടികൾ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ പഴി കേൾക്കുന്നത് ഇപ്പോഴും BJPക്കാണ്. അതിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പുറത്തു വന്ന ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ EDയുടെയും CBIയുടെയും അന്വേഷണം നേരിട്ട കമ്പനികൾ ധാരാളമായി ബോണ്ടുകൾ മേടിച്ചു കൂട്ടിയത് കാണാം. അപ്പോൾ EDയെയും CBIയെയും പോലുള്ള സംഘടനകളെ ഉപയോഗിച്ച് കമ്പനികളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും പണപ്പിരിവ് നടത്താൻ ഇലക്ടറൽ ബോണ്ടുകളെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു എന്നതാണ് പ്രധാന ആരോപണം. ഇപ്പോൾ ഭീഷണിപ്പെടുത്താനാണെങ്കിൽ നേരെ ഭീഷണിപ്പെടുത്തി പണമായിട്ട് മേടിച്ചാൽ മതിയല്ലോ എന്നൊരു സംശയം തോന്നും. പക്ഷേ ഇലക്ട്രൽ ബോണ്ടുകളാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമല്ലേ. കാരണം
ED റെയ്ഡ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ CBI റെയ്ഡ് നടന്നതിന് ശേഷം ആ കമ്പനി ഇത്ര രൂപ സംഭാവന നൽകി എന്നതിൻ്റെ യാതൊരു തെളിവും ഉണ്ടാവില്ല. കാരണം ഏത് കമ്പനി എത്ര തുകയുടെ ബോണ്ട് വാങ്ങി എന്നതിൻ്റെ വിവരം ഇത്ര കാലത്തോളം പബ്ലിക് ആയിരുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കാര്യങ്ങളാണ്. 15 ദിവസമാണല്ലോ ഈ ബോണ്ടിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുക. എന്നാൽ 15 ദിവസം കഴിഞ്ഞിട്ട് SBIയെ നിർബന്ധിപ്പിച്ച് BJP 10 കോടിയിലധികം ബോണ്ടുകളെ ക്യാഷാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതായത് 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഈ പണം പോകേണ്ടത്. എന്നാൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ബോണ്ടുകൾ പണമാക്കാൻ SBIയിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വാർത്തകളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആരോപണം കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ ഇലക്ട്രൽ ബോണ്ടുകളെ ഉപയോഗിച്ചു എന്നതാണ്. ആരോപണങ്ങളും കാര്യങ്ങളും തർക്കങ്ങളും ഈ രീതിയിൽ നടക്കുന്നുണ്ട് എങ്കിലും BJP പല സമയത്തായി ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. MPമാരുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര തുകയാണ് കിട്ടിയത്, അതേസമയം അതിൽ കുറവ് MPമാരുള്ള എല്ലാ പാർട്ടികളെയും കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ തുക ഇലക്ട്രൽ ബോണ്ട് വഴി അവർ പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ്. കാര്യങ്ങൾ എന്താണെങ്കിലും ഇലക്ട്രൽ ബോണ്ടുകൾ എന്താണ് എന്നും അവ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും എന്തെല്ലാമാണ് ഈ വിഷയത്തിലെ വിവാദങ്ങൾ എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴിയാണെങ്കിലും മറ്റേതെങ്കിലും വഴിയാണെങ്കിലും സ്വാഭാവികമായിട്ടും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടാൻ സാധ്യതയുള്ളത് BJPക്ക് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് എന്ന് എളുപ്പത്തിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും രാഷ്ട്രീയമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറിവുകളാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ പലപ്പോഴും ഞാൻ വീഡിയോയിലൂടെ പറയുന്ന സമയത്ത് അത് ഞാൻ പറയുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും ഞാൻ ചീത്തവിളി കേൾക്കാറുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.